വേദിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിലെ ചില പ്രശസ്തരായ വ്യക്തികളോടൊപ്പം തന്നെ വ്യക്തികളുണ്ടാവും നമ്മളോടൊപ്പം അതിഥികളായിട്ട്. അതോടൊപ്പം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ചില കൊച്ചു കലാകാരന്മാർ നമ്മളോടൊപ്പം ഉണ്ടാവും. അത്തരത്തിലൊരു കലാകാരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അവൻ്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ സാംസ്കാരിക കേരളത്തിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു വ്യക്തിയായിരിക്കും കലാമണ്ഡലം ഗീതാനന്ദൻ സർ. വർഷങ്ങളായി 40-ലധികം വർഷമായി ഈ രംഗത്ത് സജീവമായി നിൽക്കുകയാണ്. ഇത്തവണ വന്നിരിക്കുന്നത് കലോത്സവം നേരിട്ട് കാണുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തെ അവരുടെ അധ്വാനം എത്രത്തോളം ഫലപ്രദമായിരിക്കുന്നു എന്ന് വിലയിരുത്തുന്നതിനു കൂടി വേണ്ടിയാണ്. ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് നമ്മുടെ കൂടെ ഒരു കൊച്ചുമിടുക്കനുണ്ട്. ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞു 2ാം സ്ഥാനം ഓടക്കുഴലിൽ 2ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. എ ഗ്രേഡോട് കൂടി ജ്യോതിസ് മാത്യു ഉമ്മൻ, അതായത് മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിൽ നിന്ന്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഭയങ്കര ടൈറ്റ് മത്സരമായിരുന്നു. 13 പേരുണ്ടായിരുന്നു. എന്താ കുഴപ്പമില്ല. സെക്കൻഡ് എ ഗ്രേഡ് കിട്ടി അല്ലേ? പക്ഷേ ഗീതാനന്ദ മാഷേ ഓടക്കുഴലിൽ 2ാം സ്ഥാനം നേടി വന്നിരിക്കുകയാണ് മലപ്പുറത്ത് നിന്ന്. നമുക്ക് എന്തായാലും പെർഫോമൻസ് കാണാം അല്ലേ? തീർച്ചയായിട്ടും. പല്ലവി വായിച്ചാൽ പോലെ വായിച്ചു. മാഷിന്റെ അഭിപ്രായം പറയൂ. വളരെ നന്നായി, നല്ല നിലവാരം. ഈ കുട്ടികളെയൊക്കെയാണ് നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ. മനസ്സിലായില്ലേ? ഈ മേളയിൽ കൂടെ നാളെ വളർന്നു വരേണ്ട മിടുക്കന്മാരായ കുട്ടികളിൽ ഒരാളാവട്ടെ എന്ന് ഞാൻ ഇപ്പോൾ മീഡിയ വൺ ചാനലിൽ വെച്ച് യാദൃശ്യമായി നിന്നെ അനുഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും തുടർന്ന് പോകണം. മനുഷ്യ മനസ്സിനെ നന്മയിലേക്ക് നയിക്കാൻ വലിയൊരു മാധ്യമമാണ് കല. ഇന്നത്തെ കുട്ടികൾ കല പഠിച്ച് അവൻ്റെ മുഖത്തെ ലക്ഷണം കാണാം, ആ വിനയും ആ ഒരു ഐശ്വര്യം കാണാം. അപ്പോൾ മോൻ എന്തെന്നെ തിരക്കുമെന്നല്ല, എത്ര വിദ്യാഭ്യാസം നീ MBO നീ ഡോക്ടറായാൽ പോലും കല ഉപേക്ഷിക്കാതിരിക്കുക. എന്തൊരു ആനന്ദമായിരുന്നു. കുറച്ച് സമയത്ത് നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്ഥിരമായിട്ട് ഇനി ഒരു ദിവസം മുടങ്ങരുത്. ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കും നീ ക്ലാസ്സിൽ പോകണമെന്നില്ലെന്ന് കേട്ടോ. ഓക്കെ. ജ്യോതിസ് എത്ര കാലമായി പുല്ലങ്കോടിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്? 6 വർഷമായി പഠിക്കുന്നു. ആരാ ഗുരു? ഇപ്പോൾ ഞാൻ 1 വർഷമായിട്ട് പാലക്കാട് കൊപ്പം വിനോദ് കുമാർ സാറിന്റെ കീഴിലാണ് പഠിക്കുന്നത്. എന്താ പേര്? കൊപ്പം വിനോദ് കുമാർ. കൊപ്പം വിനോദ്. ഓക്കെ. നമുക്ക് മാഷിന്റെ വിശേഷങ്ങൾ അറിയാം. ഗീതാനന്ദ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 വർഷമായി അല്ലെ കലോത്സവങ്ങളുടെ കൂടെ ഈ യാത്ര തുടങ്ങിയിട്ട് 40 വർഷമായി. സ്റ്റുഡൻ്റായി വന്നിട്ടുണ്ട്, അതിനുശേഷം ഗുരുവായി ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം വരുന്നത് സ്റ്റുഡൻ്റ് ആയിട്ടാണോ അതോ ഗുരുവായിട്ടാണോ ആദ്യമായി? 77 ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ UP പങ്കെടുത്തിട്ടുണ്ട് 1-2 കൊല്ലം. അതിനുശേഷം മോൻ എത്ര വയസ്സായി? എനിക്ക് 15. ഈ പ്രായത്തിൽ ഞാൻ കുട്ടി ഗുരുവാണ്. ഗുരു കുട്ടി മാഷ് എന്ന് എല്ലാവരും വിളിക്കുക. ഈ പ്രായത്തിലാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ അറിയപ്പെടുന്ന ഡോക്ടർ നീന പ്രസാദും നവ്യ നായരും കാവ്യ മാധവനും ദേവി ചന്ദനയും രശ്മി സോമനും വേഗം അറിയാൻ വേണ്ടി പറയാണ്. അനവധി 700-ഓളം കുട്ടികളെ ഈ പ്രായത്ത് ഗുരുവായി വന്നു. 40 ആണ്ട് പൂർത്തിയാവുന്നു. 2 വർഷമായിട്ട് ഇതെല്ലാം നിർത്തി ശിഷ്യ പ്രശിഷ്യർക്ക് തൽക്കാലം നട്ടുവാങ്കം കൈമാറി എത്രമാത്രം തുള്ളൽ വളർന്നു എന്ന് അത് നമ്മൾ അറിയണമെങ്കിൽ മറ്റേ നമുക്ക് എൻ്റെ കുട്ടികളുടെ പരിപാടി മാത്രമേ ഞാൻ കാണുള്ളൂ. വേദിയിൽ നിന്ന് വെളിയിലേക്ക് ഓതിക്കൊണ്ടിരിക്കുകയാണ്. 40 വർഷമായിട്ട് ഒരു കൊല്ലം പോലും ഈ മേള മുടങ്ങിയിട്ടില്ല. പലപ്പോഴും ഗൾഫ് പര്യടനം പോലും വെട്ടി ചുരുക്കി അവിടുന്ന് ഫ്ലൈറ്റിൽ വന്നിറങ്ങി പാടിയിട്ട് തിരിച്ചടുത്ത ഫ്ലൈറ്റിന് പോയ കാലമുണ്ട് എനിക്ക്. ആ മാധുരമേക്ക് അന്ന് എഴുതി ഗീതാനന്ദൻ പറന്നു വന്നു എന്ന് മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും സാറിന് ചിറകുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഓടിത്തുള്ളി നടന്നു തുള്ളി പറന്നു തുള്ളി കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് ഒന്ന് മാറി നിന്ന് ഈ മേളയെ മൊത്തം വീക്ഷിക്കുക, പ്രത്യേകിച്ച് തുള്ളലിന്. ഞാൻ ആദ്യ കാലത്ത് വരുമ്പോൾ 1978-79 കാലത്തിൽ അധ്യാപകനായിട്ട് വരുമ്പോൾ തുള്ളലിൻ്റെ രൂപം വളരെ പ്രാകൃതമായിരുന്നു. പാള വെച്ച് കിട്ടിയ കിരീടങ്ങൾ, കരിവാരി വെച്ച വേഷങ്ങൾ, യാതൊരു സംഗീതവുമില്ല, ഭാവവുമില്ല, മുദ്രയ്ക്ക് വൃത്തിയില്ല.
അതിന് 13 ജില്ലകളിൽ നിന്ന് വരെ എൻ്റെ കുട്ടികളുണ്ടായ കാലമുണ്ട്. 14 ജില്ലയിൽ 13 ജില്ലയിലും. ഈ 40 വർഷം കൊണ്ട് ഇന്നലെ ഹയർ സെക്കൻഡറി തുള്ളൽ വിലയിരുത്താൻ പോയപ്പോൾ എനിക്ക് തോന്നിയ അനുഭവം 40 വർഷത്തെ നമ്മുടെ കലാസൗകര്യം കൊണ്ട് തുള്ളലിൻ്റെ നിലവാരം വളരെയധികം ഉയർത്താൻ സാധിച്ചു. സംഘാടകരുടെ ഭാഗത്ത് നിന്ന് വന്ന ഫോൾട്ട് എന്ന് പറഞ്ഞത് ഓരോ വേദികൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പറ്റിയ അനുയോജ്യമായ വേദിയായിരിക്കണം. ഇപ്പം കഥകളിക്ക്, അതുമാതിരി ഒപ്പനയ്ക്ക്, കൂടിയാട്ടത്തിന്, തുള്ളലിൻ്റെ ഒക്കെ പെർമനൻറ്റ് സ്റ്റേജ് ആവണം. ചാടി കളിക്കേണ്ടതാണ്. നേരിച്ച് പദ്യം ചൊല്ലില്, ഇതുപോലെയുള്ള ഫ്ലൂട്ട്, ഇതിനൊക്കെ താൽക്കാലിക സ്റ്റേജ് ആവാം. വേദി നിശ്ചയിക്കുമ്പോൾ അതിന് പറ്റിയ അനുയോജ്യമായ വേദി തീരുമാനിക്കണം എന്നാണ് സംഘാടകരോട് ഈ സമയത്ത് പറയാനുള്ളത്. അത് അടുത്ത വർഷങ്ങളിൽ പുനഃപരിശോധിക്കണം. തുള്ളലിൻ്റെ കുട്ടികൾ ഇന്നലെ വളരെയധികം കഷ്ടപ്പെട്ടു. ചാടുമ്പോൾ എല്ലാം കൂടി ആകെ ബഹളമാണ്. ഒരു 80 കിലോ ഓടി വെയിറ്റുള്ള ഒരു പയ്യനറ്റ് യാദൃശ്യമായി തുള്ളലിൽ വരാത്തത് നമ്മുടെ ഭാഗ്യം. അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ പൊട്ടി വീണുണ്ടാവും. അതില്ല, അത് ആവറേജ് തടിയുള്ള കുട്ടികളായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടുണ്ടാവും. അത്ര ബലക്കുറവായിരുന്നു വേദിക്ക്. ഒരു എന്താ പറയുക, 40 വർഷമായി ഈ ഒരു കലോത്സവത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വലിയ കലാകാരൻ്റെ ഒരു നിർദ്ദേശം കൂടിയാണ് അല്ലേ? അടുത്ത വർഷം മുതൽ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കും. അടുത്ത വർഷം മുതൽ ഇത്തരം കാര്യങ്ങൾ സംഘാടകർ ശ്രദ്ധിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അതുവരെ 3 തരം തുള്ളലിന് മത്സരം വേണം. കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നു. E.T. മുഹമ്മദ് ബഷീർ സാറ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് തുള്ളൽ എന്നാക്കി. ഓട്ടനും ശീതങ്ങനും പറയുന്ന അവതരിപ്പിക്കാം. 3 3-ന് വെവ്വേറെ മത്സരം അടുത്ത വർഷമെങ്കിലും നടപ്പിലാക്കണമെന്ന്. പക്ഷേ മാസ്റ്റർ വിശേഷങ്ങളൊക്കെ ഇനിയും വരേണ്ടതുണ്ട്. നമുക്ക് പൂജപ്പുര മൈതാനത്തിൽ വേദി 2-ൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ സംഘഗാനം നടക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടിട്ട് വരാം. സ്വരശലഭങ്ങൾ മഴവില്ലിൻ ചിറകോടെ മായുന്ന പകൽ പോലെ പാടാപ്പാട്ടിൻ മധു. എന്തായാലും മാഷിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. മാഷിൻ്റെ ഒരു പെർഫോമൻസ് കാണുന്ന ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. മാഷ് ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കാണിക്കുകയാണ്. ഈ മോന് ജ്യോതിസ് ഒന്ന് മൈക്കൊന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലേ? അതല്ല, ഇത് മതി. അത് വരം ചോദിച്ച് നിനക്ക് തന്നെ ഇട്ട് ആദ്യം പണി തരാമെന്നാണ് വിചാരിക്കണേ. പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ട്, പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ട് പഞ്ചബാണാർത്തി പിടിപ്പെട്ട ഹോ, നിങ്ങൾ 5 പേരും ചെന്നു കൈക്കോ പിടിച്ചുകൊണ്ട് അഞ്ചാതെ വേളി കഴിച്ചതും കേട്ടു ഞാൻ. ഇനി 5എങ്കിൽ 5 കണക്കെന്ന് ഇവൾക്കൊരു, 5എങ്കിൽ 5 കണക്കെന്ന് ഇവൾക്കൊരു ചാഞ്ചല്യവും ഇല്ലാത്ത എല്ലുപോലും. നിങ്ങൾ 5 ജനത്തെയും കൺമുനത്തെല്ലിനാൾ വഞ്ചിപ്പതിന്നവൾ പോരും മൃഗോദര. കണ്ണും മിഴിച്ചങ്ങു കണ്ടു നീടുന്ന പൊണ്ണത്തടിയനാം നിന്റെ പരാക്രമം. കാശിക്ക് പോയോ കതിക്കാവർഗോത് അരക്കാശിന് പോലും വിലപിടിയാത്തിവൻ. ഇവനി കാശിയിൽ പോയാലും ഇല്ലൊരു നല്ലത്. പക്ഷെ നമ്മൾ ഈ ഓട്ടംതുള്ളലിന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ മാഷി പറഞ്ഞു വളരെ നിലവാരം കൂടിയിട്ടുണ്ടെന്ന്. പക്ഷെ അതൊരു കാര്യമുണ്ട്, നമ്മൾ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ നോക്കണം. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ ജനകീയമാണ്, വളരെ കാലികമായി പ്രസക്തമായ ഒരു കലയാണ് അത് അല്ലെ? അപ്പൊ രണ്ടും കൂടി ചേർന്ന് പോകണം. അതിന്റെ തനിമ നഷ്ടപ്പെടാതിരിക്കുക, ഒപ്പം ജനകീയമായ വിഷയങ്ങൾ, കാലികമായ വിഷയങ്ങൾ കുറച്ചുകൂടി കൊണ്ടുവരിക. ഇതെന്താ പറയുക, ഇപ്പൊ പുതിയൊരു കഥ നമ്മൾ ഇനി അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. പലരും ചോദിച്ചു കുഞ്ചൻ നമ്പ്യാരുടെ കഥ അല്ലാതെ വേറെ എന്തെങ്കിലും കഥ മാഷ അവതരിപ്പിച്ചോന്ന്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് മാത്രമേ ഇപ്പോഴും നടക്കുന്നുള്ളൂ. 18-ാം നൂറ്റാണ്ടിൽ തനയൻ ജനകനെ വഞ്ചന ചെയ്യും, ജനകൻ തനയനെ വധവും കൂട്ടും, അനുജൻ ജ്യേഷ്ഠനെ വെട്ടിക്കൊല്ലും, മനുജന്മാരുടെ മാർഗം ഇതല്ലോ, കനകം മൂലം കാമിനി മൂലം കലകം പലവിധമുലകിൽ സുലഭം. അങ്ങനെ ഒരു കവി നമുക്ക് ഇനി കിട്ടില്ല.
ഇനി പുതിയ കവിത ചെല്ലാൻ പറ്റില്ല. അതുമാതിരി അക്ഷരം നോക്കൂ. ഭീമൻ സൗന്ദര്യപുഷ്പം കൊണ്ടുപോകാൻ കാട്ടിലേക്ക് പോകുന്നത് കല്ലും മരങ്ങളും തല്ലി തകർത്തുകൊണ്ടുല്ലാസമോടങ്ങു ചെല്ലുന്ന നേരത്തെ വല്ലീഗ്രഹങ്ങളിൽ സലീലയാടുന്ന നല്ലൊരു ഗന്ധർവമല്ലാക്ഷിമാരുടെ ഇങ്ങനെ എല്ലാം അങ്ങോട്ട് തുടങ്ങിയാൽ ഒഴുകുകയാണ്. കുംഭികളുടെ കുംഭതടങ്ങളിൽ അമ്പുകൾ 50 ലക്ഷം ജിംബിത മത വനചരൻ അനവധി അമ്പൊടു ഭീമസമക്ഷം. അദ്ദേഹത്തിൻ്റെ കവിതയെ തൊട്ടാ പരിക്കും നമുക്ക്. അപ്പോൾ ഇനി മറ്റൊരു കവിയുടെ കവിത ചൊല്ലാൻ എന്നെ സംബന്ധിച്ചോളം ആവില്ല. ഈ ജന്മം മുഴുവൻ പഠിച്ചാലും തീരാത്തത്ര കഥകൾ കുഞ്ചിന്റെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരം കലാരൂപങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അതിന്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് അത് പരിപാലിച്ചു പോരുന്നതും സംരക്ഷിച്ചു വരുന്നതും ഒക്കെ. പക്ഷേ ഇതൊരു മത്സര ഇനത്തിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ പൂർണ്ണമായ ചിട്ടകളും വട്ടങ്ങളും പാലിക്കുന്നതിൽ അപാകതകൾ സംഭവിക്കാറുണ്ട്. അത് ഒരുപക്ഷെ സ്വാഭാവികമായിരിക്കാം. പക്ഷേ മത്സരത്തിനെത്തുന്ന ആളുകൾ അത് മാത്രം പഠിച്ചല്ലേ വരുന്നത്? തീർച്ചയായിട്ടും അത് സംശയമില്ല. ഇപ്പൊ 9:30 മിനിറ്റിൽ തീരണം. 10 മിനിറ്റ് കഴിഞ്ഞാൽ മാഷുമാരൻ ബെല്ലടിക്കാൻ റെഡി ആയിട്ട് നിൽക്കണം. അത് നോക്കിയിട്ട് കുട്ടി വേഗം മംഗളം പറഞ്ഞത്. ഈ 9:30 മിനിറ്റിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആരംഗ താളത്തിൻ്റെ ഒരു കഷ്ണം, അത് കഴിഞ്ഞ് ഗണപതി വന്ദനം, ഭീന്ദ്രൻ പോലെ വക്ത്രം ഉടവയറുമിയോരു ചാരുസ്വരൂപം, ഇങ്ങനെ തുടങ്ങി അരങ്ങതാളം കഴിഞ്ഞ് കഥയുടെ 4 വരി ഒരു 10-15 വരെ ചെയ്യാൻ സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ മംഗളം പാടാറായി. ഒന്നും ആവില്ല. ഈ പഠിക്കുന്ന കുട്ടികൾ ഒരു 70% അതിനു വേണ്ടി മാത്രം പഠിക്കുന്നവരാണ്. പക്ഷെ അത് പോരാ. ഞാൻ ഇപ്പോൾ ഈ മോനോട് ഉപദേശിച്ച പോലെ എല്ലാവരോടും പറയല, ആ കല തുടർന്ന് പഠിക്കണം. നല്ലൊരു കലാകാരൻ, നല്ലൊരു മനുഷ്യനാവാൻ സാധിക്കും. മിണ്ടിയ ടെൻഷനിൽ എന്താ പിള്ളേർക്ക് മുഴുവൻ എന്താ ടെൻഷൻ വരാൻ കാരണം? ഞാൻ ഒരു മാസം ബഹറിലായിരുന്നു. ഞാൻ അവിടുത്തെ കുട്ടികളെ ഉപദേശിച്ചു, ടെൻഷൻ വരുമ്പോൾ കുഞ്ചന്റെ കവിത വായിക്കുക, എല്ലാ ടെൻഷനും തീരും. എന്നാൽ നമുക്ക് വേദി 1 മത്സരം നടക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടിട്ട് വരാം.